നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യനെ എങ്ങോട്ടാ പോയ പ്രതിഭേ? ഒന്നും പറഞ്ഞില്ലമ്മേ. ഇന്ദ്രേട്ടനെയും അനുചേച്ചിയും കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇനി അവനും ഓടത്തിന്റെ കുഴപ്പമുള്ളൂ. കോടതി ഇപ്പൊ അവളെ റിമാൻഡ് ചെയ്ത് കാണും അല്ലേ ഹർഷേ? അതിനാ സാധ്യത. ആ പോലീസ് ജീപ്പാണല്ലോ. ആന്റി, അനുപമയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തെളിവെടുപ്പിന് കൊണ്ടുവന്നായിരിക്കും. ആന്റി അങ്ങോട്ട് ചെല്ലേ. നമസ്കാരം സാറേ. അതെ, അവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നായിരിക്കും അല്ലേ? ആ ഇങ്ങോട്ട് ഇറക്കി വിടും സാറേ. ഞാൻ എന്റെ മരുമോളെ നന്നായിട്ടൊന്ന് കാണട്ടെ. മരുമകളെ ഈ നിലയിലെത്തിക്കാൻ അമ്മായിയമ്മ നന്നായിട്ട് പണിയെടുത്തു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റില്ല. മറ്റാരുടെയോ ബുദ്ധി കൂടി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി അയപ്പിച്ചത് ആരെ കൊണ്ടാ? അല്ല, സുശീല ആന്റിക്ക് സ്വന്തമായിട്ട് മെയിൽ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്റെ മെയിൽ ഐ ഡിന്ന് പരാതി അയക്കായിരുന്നു സാർ. ഓഹോ, നമ്മളാണല്ലേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മാഡം അല്ലേ? അതെ സാർ, ഞാൻ ആന്റിക്ക് വേണ്ടി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനിയും വിളിക്കേണ്ടിയും കാണേണ്ടിയും വരും. തൽക്കാലം സുശീലയെ മാത്രം ഞങ്ങൾ കൊണ്ടുപോവാ. അയ്യോ, അപ്പൊ പോവാല്ലേ? അയ്യോ സാറേ, എന്നെ എന്തിനാ കൊണ്ടുവന്നേ? അതിനും ഞാനെന്ത് ചെയ്തിട്ടാ? ചെയ്തത് എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾ പോലീസിന്റെ കൂടെ വരുള്ളോ? ദേ, മരുമകളെ കുരുക്കാൻ ആഹാരത്തിൽ കീടനാശിനി കലർത്തിയത് മാത്രമല്ല നിങ്ങൾ ചെയ്ത കുറ്റം. കിച്ചണിൽ ഗ്യാസ് തുറന്നിട്ടതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അടക്കം വകുപ്പുകൾ വേറെയുണ്ട്. സാറ് കൊള്ളാലോ. സാർ എന്തൊക്കെയാ പറയുന്നേ? ഇതൊരുമാതിരി വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാണല്ലോ. അവള് ചെയ്ത കുറ്റം മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ സാറ്? സാറേ തല്ലണ്ട, ചിലപ്പോ ഇവിടെയും ക്യാമറ കാണും. ശരിയാ, അടുക്കളയിൽ വരെ ക്യാമറ വെച്ച വീടാണല്ലോ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി പോവാം. പിടിച്ച് വണ്ടി കയറോ ഇവരെ. ഞാനത് ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? എന്നെ ചതിച്ചതാ. സോറി, ഇതൊന്നും വിശ്വസിക്കരുത്. മോളെ ഹർഷേ, മോളെ എന്നെ ചതിയിൽ നിന്ന് രക്ഷിക്കേ. പിടിച്ച് കയറോ. വേണ്ട സാറേ, വേണ്ട, എന്നെ കൊണ്ടുപോകരുത് സാറേ. കേട്ടോ? സത്യ, മോനെ സത്യ, അമ്മയെ പിടിച്ചോണ്ട് പോലെന്ന് പറയടാ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാറ്. എന്നെ എന്തിനാ കൊണ്ടുപോകുന്നെന്ന് ചോദിക്കടാ അങ്ങോട്ട്. എടാ, പോയി ചോദിക്കടാ ശ്യാമേ. അമ്മേ, അതൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാര്യമൊന്നും എന്തിനാ കൊണ്ടുപോകുന്നതെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ അമ്മയ്ക്കെതിരെ തെളിവുകൾ കൊടുത്തത്. കുലദ്രോഹികളെ, സ്വന്തം അമ്മയെ ഒറ്റ കൊടുത്ത് നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. സ്വന്തം മക്കളെ ദ്രോഹിച്ച അമ്മയ്ക്കും ഇത് ബാധക. നീ പോടാ തണ്ടി. എന്റെ മരുമക്കളായ എന്റെ ശത്രുക്കള് നീയും അനുപമയും പ്രതിഭയും എന്റെ കൊക്കന് ജീവനുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിനെ ഞാൻ നശിപ്പിച്ചിരിക്കും. വണ്ടിയിലോട്ട്
എന്തായിട്ട് അമ്മയ്ക്കെതിരെയുള്ള തെളിവ്? ആരെ വീട്ടിൽ ക്യാമറ വെച്ചത്? ക്യാമറ വെച്ചത് ഇന്ദ്രേട്ടനാ. കിച്ചണിലും വെച്ചിരുന്നു. അവിടെ നടന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി, അല്ലെങ്കിൽ നേരത്തെ തന്നെ നടന്നേനെ. ഇവളെന്തിനാ ഇവിടെ വന്നേ? അമ്മ വിളിച്ചുകൊണ്ട് വന്നതാ സത്യേട്ടാ. ഡേ, ഞങ്ങളുടെ അമ്മയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നീയാണോ? നീ എന്താണ് വിചാരിച്ചത്? അനുവെടുത്തിയ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാ നിനക്കിവിടെ കയറി പറ്റാമെന്നോ? സത്യ, സൂക്ഷിച്ച് സംസാരിക്കണം. ഹർഷയ്ക്ക് എവിടെയും കയറി പറ്റേണ്ട ഒരു കാര്യമില്ലേ. പലരും എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്തിനാണ് നീ ഇവിടേക്ക് വന്നത്? നിന്റെ ഭാര്യയുടെ സങ്കടത്തിൽ പങ്കുചേരാൻ. പാവം പ്രതിഭ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കല്ലേ, ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നത്. എടി, എന്റെ ഭാര്യ ആശ്വസിപ്പിക്കാൻ നീ ആരടി? ഇവളുടെ കുഞ്ഞമ്മയോ? ഡേ, നിന്ന് വാജു പഠിക്കാതെ കയറി പോടി. ഏയ് വേണ്ട, വയ്യാത്ത സ്ത്രീയോട് വഴക്ക് വേണ്ട സത്യ. അവർ പോയിക്കോളൂ. സോനെ, അവർക്ക് വണ്ടി കയറാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് സഹായിക്കേ. ശരി. വേണ്ട, ഹർഷയ്ക്ക് ആരുടെ സഹായം വേണ്ട.